നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. വയനാട്ടിൽ എന്തായാലും ഇന്ന് UDF, LDF, BJP ഹർത്താലാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഹർത്താൽ നടത്തുന്നത്. ഹർത്താലിന് AAPയുടെ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിൻസ വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരും. ജിൻസ, വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ വയനാട്ടുകാരെ സംബന്ധിച്ച് അത്ര നല്ല പകലുകളല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളത്. കാരണം വലിയ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അവർ എന്ന് തന്നെ പറയാം. കാരണം നമ്മളൊക്കെയാണ് എങ്കിൽ നമുക്ക് ആ സ്ഥാനത്തൊന്ന് ചിന്തിച്ചാൽ മതിയാകും. കാരണം അത്രമാത്രം പേടിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് വയനാട്ടുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ മാസങ്ങളായി ഉള്ളത്. ഒരിടവേള പോലും ഇല്ലാതെ വന്യമൃഗ ആക്രമണം തുടരുന്നൊരു സാഹചര്യം. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെറും കുറച്ചു ദിവസങ്ങൾ കൊണ്ട് 3 മരണം അല്ലെങ്കിൽ 17 ദിവസങ്ങൾ കൊണ്ട് 3 മരണം സംഭവിച്ചിരിക്കുകയാണ് വയനാട്ടിൽ. ഇന്ന് എന്തായാലും ഹർത്താലാണ് അല്ലേ? തീർച്ചയായും വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗ ശല്യത്താൽ തന്നെ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നിലവിൽ കാണുന്നത്. ഈ വർഷം തുടങ്ങുന്നതിൽ മാത്രം 3 പേരുടെ ജീവനാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത്. ഇന്നലെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ അതിദാരുണമായി പരിക്കേൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തതിന് സംഭവത്തിന് പിന്നാലെയാണ് നിലവിൽ UDF വയനാട്ടിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ LDFും ഈ വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ 17 ദിവസത്തിനുള്ളിൽ 3 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഈ വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതും ഈ കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഇതിൽ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDFും ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നിലവിൽ BJPയും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിൽ AAPയും അതുപോലെ തന്നെ ഈ ഹർത്താലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. നിലവിൽ ഈ പോളിന്റെ മരണത്തോടുകൂടെ ഈ വർഷം വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം 3 ആയിരിക്കുകയാണ്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് നിലവിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഇന്നെല്ലാം നിലവിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം ഇന്ന് രാവിലെ തന്നെ ഈ പുൽപ്പള്ളിയിൽ എത്തിക്കും എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. എന്തായാലും ഈ നഷ്ടപരിഹാരം അതുപോലെ തന്നെ കുടുംബത്തിന് ഒരാൾക്ക് ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ മൃതദേഹം ഏറ്റെടുക്കൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബന്ധുക്കളുള്ളത്. ഇന്നലെ എല്ലാം തന്നെ അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ രാവിലെയായിരുന്നു ഈ വനം വകുപ്പിലെ ഇക്കോ ടൂറിസം സെന്ററിലെ ജീവനക്കാരനായിരുന്ന ഈ പോൾ കുറുവാദ്വീപിന് സമീപത്ത് വെച്ച് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. എന്തായാലും അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിക്കെങ്കിലും പിന്നീട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും നിലവിൽ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം അജിത്തിന്റെ മരണം സംഭവിച്ചതിന് ശേഷം വലിയ പ്രതിഷേധം, ജനരോഷം അണപൊട്ടിയത് നമ്മൾ വയനാട്ടിൽ കണ്ടതാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് കടക്കാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട്? തീർച്ചയായും നിലവിൽ നേരത്തെ കഴിഞ്ഞ ദിവസം 10-ന് നമ്മുടെ അനീഷ് കൊല്ലപ്പെട്ട ഇതിനെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ജനങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്. ഈ കുറെ കാലങ്ങളായുള്ള അവരുടെ ആവശ്യമാണ്. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാടും നാടും വേർതിരിക്കണം എന്നുള്ള ആവശ്യത്തിൽ തന്നെയായിരുന്നു എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഈ ജനങ്ങൾ നേരത്തെ ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യം. പക്ഷെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ ഇതുവരെ കഴിയാത്ത സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ഒരു അണപൊട്ടുന്ന രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. ഇന്നും സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരവും ഈ കുടുംബത്തിന് ഒരാൾക്ക് ജോലി, അതുപോലെ തന്നെ ഈ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന പോൾ എന്ന് പറയുന്ന ആൾ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട്. ഈ മകളുടെ പഠനത്തിന് ആവശ്യമായ ചെലവുകൾ സർക്കാർ വഹിക്കേണ്ടി വരും, ഭാര്യയ്ക്ക് ജോലി നൽകേണ്ടി വരും. ഇത്തരത്തിൽ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയായിട്ടുള്ള പോളിന്റെ ഇത്തരത്തിലുള്ള കടബാധ്യതകൾ എഴുതിത്തള്ളാം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ ഇന്നലെയും ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. 17 ദിവസത്തിനുള്ളിൽ 3 പേരാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. വലിയ പ്രതിഷേധം ഇന്ന് കാണാൻ കഴിയും. തീർച്ചയായും ഈ അവശ്യ സർവീസുകളൊക്കെ ഇന്ന് എങ്ങനെയാണ്? അവശ്യ സർവീസുകളുടെയൊക്കെ ഒരു പ്രത്യേകിച്ചും ഹർത്താലിന്റെ സാഹചര്യത്തിൽ അവശ്യ സർവീസിനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഹർത്താലിന്റെ ഒരു രൂപം വയനാട്ടിൽ? നിലവിൽ അവശ്യ സർവീസുകളെല്ലാം തന്നെ എന്തായാലും ഉണ്ടാകും.
അതേസമയം തന്നെ കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി അടച്ചുകൊണ്ടായിരിക്കും. വ്യാപാരികളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മനസാക്ഷി ഹർത്താൽ വെച്ചപ്പോൾ പോലും വയനാട്ടിൽ ഹർത്താൽ പൂർണ്ണമാകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അതിൽ കർഷക സംഘടനയായിരുന്നു ഈ സമരം ഈ ഹർത്താൽ പ്രഖ്യാപിച്ചത്. മനസാക്ഷിയുള്ളവർ ഈ സമരത്തിന് പങ്കെടുക്കണമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതേസമയം തന്നെ അന്ന് സ്വകാര്യ ബസ്സുകൾ ഓടിയിരുന്നില്ല, കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി അടഞ്ഞു കിടന്നു. വ്യാപാരികളും അതുപോലെ തന്നെ തൊഴിലാളികളെല്ലാം ഈ ഹർത്താലിനെ സഹകരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണുന്നത്. ഇന്നും സമാനമായ സംഭവം തന്നെയായിരിക്കും നിലവിലുണ്ടാവുക. എന്തായാലും അവശ്യ സാധന സർവീസുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ബാക്കി സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ പൂർണ്ണമായും എന്ന് ഒഴിവാക്കിക്കൊണ്ട് ജീവനക്കാരും തൊഴിലാളികളെല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയായിരിക്കും രാവിലെ മുതൽ കാണാൻ കഴിയുക. ഈ ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം അത് വലിയ കഴിഞ്ഞ 6 ദിവസങ്ങളായ ദൗത്യം തുടരുകയായിരുന്നു. എന്താണ് അതിന്റെ ഒരു സാഹചര്യം നിലവിൽ ഈ അജീഷിനെ കൊലപ്പെടുത്തിയ ഈ ബേലൂർ മഗ്നയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം ഇന്ന് 7ാം ദിവസത്തിലേക്ക് തുടരുകയാണ്. രാവിലെ തന്നെ ഈ ദൗത്യ സംഘം ഈ ആനയെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 7 മണി വരെ ഈ ദൗത്യ സംഘം ആനയെ പിന്തുടർന്നെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ പനവല്ലി, ഇരുമ്പുപാലം, ഈ കാളിക്കൊല്ലി തുടങ്ങിയ വനമേഖലകളിലായിരുന്നു ഈ ബേലൂർ മഗ്നന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. പ്രധാനമായും ഇതില് ഈ ദൗത്യ സംഘത്തിന് വെല്ലുവിളിയാകുന്നത് ഇതിനോടൊപ്പം മറ്റൊരു മോഴയാന കൂടിയുണ്ട് എന്നുള്ളതാണ്. അത് ഈ മയക്കുവെടി സംഘം ഇതിനോടെത്തുമ്പോൾ തന്നെ ഇത് തിരിച്ചു ഓടിക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്. അതേസമയം തന്നെ ഇതിന്റെ സഞ്ചാര വേഗത ഏറ്റവും കൂടുതൽ ഇതിനെ ഈ ദൗത്യ സംഘത്തെ കുഴപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഈ ഏറ്റവും കൂടുതലായി പറയേണ്ടത് ഈ ഭൂമിശാസ്ത്രപരമായ കാര്യം തന്നെയാണ്. ഏറ്റവും ഇടതൂർന്ന കാടുകളും അതുപോലെ തന്നെ കയറ്റവും ഇറക്കവും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ നിലവിൽ ഈ ഇത്തരത്തിൽ ദൗത്യങ്ങൾ വൻ വിജയമാക്കിയിട്ടുള്ള അരുൺ സക്രിയ അടക്കമുള്ള ആളുകൾ ഈ ദൗത്യ സംഘത്തോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു നീക്കം നടത്തും. എന്തായാലും ഈ ബേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴയാൻ അത് അതീവ അപകടകാരിയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടുകാരെ സംബന്ധിച്ച ആശങ്ക ഇരട്ടിയാവുന്ന ഒരു പശ്ചാത്തലമാണല്ലേ? തീർച്ചയായും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെയാണ് ഇപ്പോൾ ഈ ബേലൂർ മഗ്നയോടൊപ്പം തന്നെ മറ്റൊരു മോഴയാനയും ഈ ദൗത്യ സംഘത്തിന് വലിയ തലവേദനയാകുന്നത്. എന്തായാലും അതിനെ മയക്കുവെടി വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യമുള്ളത്. എന്തായാലും ഈ സന്ദർഭവും സാഹചര്യവും ഒത്തുവന്നാൽ തന്നെ ഇന്ന് തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കം നിലവിൽ നടക്കുന്നുണ്ട്. കർണാടകയിൽ നിന്നും 25 അംഗ ഈ ഫോറസ്റ്റ് സേനയും ഈ ദൗത്യ സംഘത്തോടൊപ്പമുണ്ട്. എന്തായാലും കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള RRT സംഘം ഉൾപ്പെടെ 200ഓളം പേരാണ് ഈ ദൗത്യത്തിലുള്ളത്. ഈ അരുൺ സക്രിയ അടക്കമുള്ളവർ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ വനംവകുപ്പുള്ളത്. അതേസമയം തന്നെ ഈ അജീഷിനെ കൊലപ്പെടുത്തി 7ാം ദിവസം പിന്നിടുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പോളിന്റെ മരണവും ഈ പോളിനെ കൊലപ്പെടുത്തിയ ഒരു സംഭവം നിലനിൽക്കുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രതിഷേധം ഇരട്ടിയാകുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായും എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളും അല്ലെങ്കിൽ ഇന്നും പ്രത്യേകിച്ചും നമ്മുടെ ശ്രദ്ധാകേന്ദ്രം, വാർത്തയുടെ ശ്രദ്ധാകേന്ദ്രം വയനാട് തന്നെയായിരിക്കും. പ്രത്യേകിച്ചും കാട്ടാനെ പിടികൂടാനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും കൂടി വയനാട്ടിൽ നിന്ന് വരേണ്ടതുണ്ട്. എന്തായാലും വരും ബുള്ളറ്റിനിൽ നമുക്ക് ജിൻസിലേക്ക് തന്നെ മടങ്ങിയെത്താം. വയനാട്ടിലെ വിശേഷങ്ങൾ, വയനാട്ടിലെ വാർത്തകൾ അറിയാം.